Praise the Lord. Hallelujah. Praise the Lord. Hallelujah. 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 Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ആയിരിക്കാൻ സർവകൃപാലുവായ ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ 17ാമത് ഓൺലൈൻ കൺവെൻഷൻ്റെ പ്രാരംഭ ദിവസം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാനായിട്ട് എനിക്ക് അവസരമൊരുക്കി അതിനായിട്ട് എന്നെ ക്ഷണിച്ച ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിൻ്റെ വേലയിൽ വളരെ ശക്തിയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ റോസിനി സുരേഷ്, തൻ്റെ കുടുംബം, അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വേലയിൽ ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ 16 കൺവെൻഷനുകളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അനേകരെ അറിയിക്കുവാൻ തക്കവണ്ണം ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ 17ാമത്തെ കൺവെൻഷനിൽ ദൈവജന ശുശ്രൂഷിക്കുവാനായിട്ടൊരവസരം കർത്താവ് എനിക്ക് നൽകിയതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും വലിയ ആത്മാവിൻ്റെ നിറവിൽ ദൈവവചന ശുശ്രൂഷകളും മറ്റാത്മീയമായിരിക്കുന്ന അനുഭവങ്ങളും പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് വിശുദ്ധ ബൈബിളിൽ പുറപ്പാട് പുസ്തകം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമിലേക്ക് വരുത്തിയ വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടച്ച് ഈ ദൈവവചന ശുശ്രൂഷ എല്ലാവർക്കും വളരെ അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ 17ാമത്തെ ഓൺലൈൻ സുവിശേഷ യോഗത്തിൻ്റെ പ്രാരംഭ ദിവസം ദൈവത്തിൻ്റെ വചന ശുശ്രൂഷിക്കുവാൻ അവസരം കർത്താവ് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതിനായിട്ട് അവസരം ഒരുക്കിയതായിരിക്കുന്ന പ്രിയ കർത്തൃദാസിയും കുടുംബത്തെയും തന്നോടൊപ്പം ഈ ദൈവവേലയിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും, ഈ ലൈവിലൂടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരെയും ഇനി കേൾക്കുവാൻ പോകുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലൂടെ വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളോട് ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചന ശുശ്രൂഷകൾക്കെതിരായിട്ട് വെല്ലുവിളിച്ച് പോരാടുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ചു മാറ്റുകയാണ്. ആത്മാവിൻ്റെ വലിയ നിറവും വചനത്തിൻ്റെ ആഴമായിരിക്കുന്ന അനുഭവങ്ങളും കർത്താവ് ഞങ്ങൾക്ക് നൽകി തരേണ്ടതിനായി ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ യോഗത്തെ നിയന്ത്രിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കൊരുമിച്ച് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്.
നമ്മുടെ ഇന്നത്തെ ഈ സുവിശേഷ യോഗത്തിൻ്റെ പ്രാരംഭ ദിവസ ദൈവവചന ശുശ്രൂഷയ്ക്ക് ആധാരമായിട്ട് എനിക്ക് നൽകിയിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, നമ്മുടെ കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. നാം എല്ലാം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ വായിച്ചത്. 66 പുസ്തകങ്ങളുള്ള വിശുദ്ധ ബൈബിളിൻ്റെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകങ്ങൾ മോശയാൽ എഴുതപ്പെട്ട പുസ്തകങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് ഒരു പ്രത്യേകമായ പേരുണ്ട്. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. മോശ, നമുക്കറിയാം, മോശ ഇസ്രായേലിൻ്റെ വിമോചകനായിട്ട് ദൈവം വളരെ ശക്തമായിട്ട് ഉപയോഗിച്ച, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവ മനുഷ്യനായിരുന്നു. ആ ദൈവ മനുഷ്യനാൽ എഴുതപ്പെട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ 2ാമത്തെ പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. ആ പുറപ്പാട് പുസ്തകത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വാക്യത്തിന്റെ അവസാന ഭാഗത്തിലെ ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. നാം ഒരുപാട് ഈ വാക്യം വായിച്ചിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്, പ്രസംഗം കേട്ടിട്ടുണ്ട്. അതെ, അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ആ വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സെന്റൻസിന്റെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് ഞാൻ എന്നുള്ള ഒരു പദം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്തത് പറയുന്നു നിന്നെ സൗഖ്യമാക്കും. വീണ്ടും ഞാൻ ആരാകുന്നു എന്ന് അതേ ആ സെന്റൻസിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് യഹോവയാകുന്നു. അതുകൊണ്ട് ഞാൻ എന്ന് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാകുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അതേ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. ആരാണ് യഹോവ? നമുക്കറിയാം, പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ അതൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പഴയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവ എന്നുള്ളൊരു പദമാണ്. ആരാണ് യഹോവ? പഴയ നിയമത്തിൽ അത് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു നാമമത്രേ യഹോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യഹോവ എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവമാണ് പഴയ നിയമത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന യഹോവ എന്ന് പറയുന്നത്. ആ യഹോവ പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഇനിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് യഹോവ എന്നുള്ള പദമല്ല. പുതിയ നിയമ പുസ്തകത്തിൽ ദൈവത്തിന്റെ വെളിപ്പാടായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ ആരാണ്? അതായത് പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ വെളിപ്പാടിന്റെ നാമം എന്ന് പറയുന്നത് യേശു എന്നാകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ വെളിപ്പാട് യഹോവ എന്ന നാമത്തിൽ ആയിരുന്നു എങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വെളിപ്പാട് യേശു എന്ന നാമത്തിലാകുന്നു എന്ന് ബൈബിൾ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നത്, നമ്മുടെ കർത്താവ് നമ്മളെ സൗഖ്യമാക്കുന്ന അത് ദൈവമാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം സൗഖ്യദായകനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു സൗഖ്യദായകനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിന്റെ വിശദമായ കാര്യങ്ങൾ നമ്മുടെ ഈ സന്ദേശത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നതായിരിക്കും. അതെ, ഇവിടെ യഹോവയായ ദൈവമാണ് ഞാനെന്ന് പറയുന്നത്. ആ യഹോവയായ ദൈവം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഈ നീ എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവം സൗഖ്യമാക്കുന്ന യഹോവയെന്ന് ഒരു ജനതയോട് ദൈവം സംസാരിക്കുക. ആ സംസാരിക്കുന്ന ജനം ആരാണ്?
നമുക്കറിയാം ആ സംസാരിക്കുന്ന ജനം മറ്റാരുമല്ല. പഴയ നിയമ പുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ ഉള്ളിൽ ഒരു ദൈവത്തിന്റെ സ്വന്തം ജനമായ ഒരു ജനതയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനമാണ്. അവരെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അവരെ ദൈവം ഭൂമിയിലുള്ള സകല ജാതികളിൽ നിന്നും ദൈവത്തിന് സ്വന്തം ജനമായിരിക്കേണ്ടതിന് അവരെ തിരഞ്ഞെടുത്തു. അവർ ശ്രേഷ്ഠ ജാതിയാകുന്നു, അവരെ പോലെ മറ്റൊരു ജാതി ഈ ഭൂമിയിൽ ഇല്ല എന്നും ഒക്കെ പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അപ്പോൾ നീ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ച്. ആരാണ് ഇസ്രായേൽ? നമുക്കറിയാം, അബ്രഹാം എന്ന് പറയുന്ന ഒരു നമ്മുടെ പൂർവ്വ പിതാവായ ഒരു ദൈവ മനുഷ്യൻ. ആ ദൈവ മനുഷ്യന്റെ സന്തതി പരമ്പരകളാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ജനതയെ ദൈവം തന്റെ സ്വന്തം ജനമായിരിക്കാനായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ അവരോടാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഇനിയും അങ്ങനെ അവിടെ പറയുവാനായിട്ടുള്ള കാരണം നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന ജനം അവരുടെ ജീവിതത്തിന്റെ അവരുടെ ചരിത്രത്തിന്റെ പുറകിലേക്ക് നോക്കിയാൽ ഒരുപാട് വേദനിക്കുന്ന അനുഭവങ്ങളും ചരിത്ര സംഭവങ്ങളും അവരുടെ ചരിത്രത്തിനകത്തുണ്ട്. അതിൽ വളരെ വേദനാജനകമായ ഒരു ചരിത്രം നമുക്ക് മിസ്രൈം എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവർക്കുണ്ടായതായി മനസ്സിലാക്കുവാൻ ചരിത്രത്തിൽ നിന്നും ബൈബിളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏതാണ്ട് 215 വർഷം ഇസ്രായേൽ മക്കൾ കഠിനമായിരിക്കുന്ന പീഡകൾ ഇസ്രായേൽ അനുഭവിച്ചു. അങ്ങനെ 215 വർഷമല്ല അവരുടെ പ്രവാസ കാലഘട്ടം ഇസ്രായേലിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവര് അടിമകളായി ജീവിച്ചത് 215 വർഷമാണ്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോസേഫിനെ അറിയാത്ത മറ്റൊരു രാജാവ് ഉണ്ടായി എന്നെഴുതിയിട്ടുണ്ട്. ആ മറ്റൊരു രാജാവ്, യോസേഫിനെ അറിയാത്ത ഒരു രാജാവ് രംഗപ്രവേശനം അഥവാ ഭരണത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇസ്രായേൽ ജനം പീഡ അനുഭവിക്കുവാനായിട്ട് തുടങ്ങിയത്. അതിനു മുൻപായിട്ട് അവിടെ അടിമകളൊന്നുമല്ലായിരുന്നു. സ്വാതന്ത്ര്യമായിട്ട് അവിടെ ജീവിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇസ്രായേൽ മക്കൾക്ക് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ യോസേഫിനെ അറിയാത്ത ഒരു ഭരണാധികാരി വന്നതോടുകൂടെ സകല കാര്യങ്ങളും തകിടം മറിക്കപ്പെടുവാനിടയായി തീർന്നു. ഇസ്രായേൽ അടിമകളായി തീർന്നു. അങ്ങനെ 215 വർഷം അടിമത്തത്തിന്റെ കൊടുമ്പയിലേറ്റ് ദൈവത്തോട് നിലവിളിക്കുന്ന ഇസ്രായേൽ മക്കളെ അവിടെ നിന്നും വിടുവിക്കുവാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവ മനുഷ്യനാണ് മോശ എന്ന് പറയുന്നത്. മോശയുടെ മുൻപ് ചരിത്രം പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ മോശ എന്ന് പറയുന്ന ആ ദൈവ മനുഷ്യനെ ഇസ്രായേലിന്റെ അവരുടെ അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിച്ചു കൊണ്ടുവരുവാൻ മോശയെ ദൈവം തിരഞ്ഞെടുത്തു. നമുക്കറിയാം, കോരേബ് എന്ന് പറയുന്ന ആ പർവ്വതത്തിന്റെ അടിവാരത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ, തന്റെ അപ്പനായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം മോശയെ തിരഞ്ഞെടുത്തു. മോശ പറഞ്ഞു, കർത്താവേ, മറ്റൊരാളെ തിരഞ്ഞെടുക്കണം, ഞാന് വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കിയപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, മോശെ, വിക്കനെയും തടിച്ച നാവുള്ളവനെയും ഉണ്ടാക്കിയവൻ ആരാ? അത് ഞാനല്ലേ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാനാണ് നിന്നോട് പറയുന്നത്, നീ ഇസ്രായേലിനെ മോചിപ്പിക്കാൻ പോകണം. നിനക്ക് കൂട്ടിനു വേണ്ടി നിന്റെ ജ്യേഷ്ഠ സഹോദരനായ അഹരോനെയും തരാമെന്ന് പറഞ്ഞ് അഹരോനെയും തന്നോട് കൂടെ ദൈവം മിസ്രൈമിലേക്ക് അയച്ചു. അങ്ങനെ 9 ബാധകളും അവസാനത്തെ 10ാമത്തെ കടിഞ്ഞൂൽ സംഹാരവും നടത്തി അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തെ സർവശക്തനായ ദൈവം വിടുവിച്ച് കൊണ്ടുവരുന്ന ഒരു ചരിത്രം പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏകദേശം 215 വർഷം അടിമത്തം വല്ലാതെ അനുഭവിച്ച് കരഞ്ഞു മടുത്ത ഇസ്രായേൽ ജനതയുടെ ഉദ്ധാരണത്തിനു വേണ്ടി സർവശക്തനായ ദൈവം മോശ എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനെ ഉപയോഗിച്ചു എങ്കിൽ പ്രൈസലോ ജീവിതത്തിൽ ഈ നാളുകളിൽ ജീവിതത്തിൽ ഹല്ലേലൂയ നീറുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി എന്ത് ചെയ്യണം എന്ന് അറിയാൻ കഴിയാതെ ഭാരപ്പെടുന്ന പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊരു ദൂത് പറയുകയാണ്. അത് ഇസ്രായേലിന്റെ കണ്ണുനീർ ദൈവം കണ്ടെങ്കിൽ, അവരുടെ നിലവിളിയുടെ ശബ്ദം
ദൈവം കേട്ടെങ്കിൽ അവരുടെ ഉദ്ധാരകനായിട്ട് ഹോരേബിന്റെ അടിവാരത്തിൽ വെച്ച് ഒരു മനുഷ്യനെ വേർതിരിച്ച് ദൈവം അവിടേക്ക് അയച്ചവരെ വിടുവിച്ചെങ്കിൽ നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ ദിവസങ്ങളിൽ നിന്നെ വിടുവിക്കുവാൻ ആ ദൈവം ശക്തനാകുന്നു എന്ന് തിരിച്ചറിയണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മോശ മുഖാന്തരമായിട്ട് അഹരോന്റെയും മോശയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം, അത് ദൈവം കൊടുത്ത പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി അവർ വരികയാണ്. വരുന്നതിന് മുൻപ് ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, മിസ്രയീമിൽ മുഴുവനും അത് ഹല്ലേലൂയ സംഹാരദൂതൻ ഹല്ലേലൂയ അത് അവിടെ ഓരോ മിസ്രയീമിലെ ഭവനങ്ങളിൽ കയറി ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ആദ്യജാതനെ ലോകത്തിൽ നിന്നും എടുത്തു മാറ്റുമ്പോൾ ദൈവം ഇസ്രായേൽ ജനതയോട് പറഞ്ഞു, സംഹാരകൻ കടന്നു വരുമ്പോൾ നിങ്ങളുടെ കൂടാരങ്ങളിൽ കയറാതിരിക്കുവാൻ വേണ്ടി നിങ്ങളുടെ കൂടാരത്തിന്റെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും അത് ആബീബ് മാസം 14-ാം തീയതി അറക്കപ്പെടുന്ന കുഞ്ഞാടിന്റെ രക്തം തേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആബീബ് മാസം 14-ാം തീയതി ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു. ആ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും അത് കനാൻ ദേശത്തേക്ക് യാത്ര തിരിച്ച ഒരു ചരിത്രം നമുക്ക് ഇസ്രായേൽ ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ അവരുടെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ദൈവം ശാശ്വത അവകാശമായി കൊടുത്തിരുന്ന കനാൻ ദേശം, അല്ലെങ്കിൽ നല്ലൊരു ദേശം, മനോഹര ദേശം, പാലസ്തീൻ ദേശം, ഇസ്രായേൽ ദേശം, യഹൂദ ദേശം എന്നൊക്കെ പറയുന്ന ആ സുന്ദരമായിരിക്കുന്ന ദേശത്തെ ലക്ഷ്യമാക്കി അവരെ യാത്ര തിരിച്ചു വരികയാണ്. വെറും 6-7 ദിവസങ്ങൾ കൊണ്ട് കനാനിൽ പ്രവേശിക്കാമായിരുന്നു എങ്കിലും അവരെ സർവശക്തനായ ദൈവം 40 വർഷക്കാലം മരുഭൂമിയിലൂടെ ശോധന ചെയ്തിട്ടാണ് അവരെ കനാൻ ദേശത്തിൽ പ്രവേശിപ്പിച്ചത്. അത് അങ്ങനെ അവര് ഇസ്രായേൽ മക്കൾ അവരുടെ യാത്ര തിരിച്ച് അവർ കടന്നു വരുമ്പോൾ അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ മുഖാമുഖമായി കാണേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. എന്നാൽ ആ പ്രതിസന്ധികളുടെ എല്ലാം നടുവിൽ അവരോട് കൂടെ ഉണ്ടായിരുന്ന സർവശക്തനായ ദൈവം അവർക്ക് വിജയം കൊടുത്ത് അവരെ ആ ദേശത്ത് എത്തിക്കുവാനിടയായി. എന്നാൽ അവരുടെ യാത്രയുടെ പ്രാരംഭ സമയം നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ചെങ്കടലായിരുന്നു. ഇളകി മറിഞ്ഞു വരുന്ന ചെങ്കടലിന്റെ മുൻപിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ആ ഇസ്രായേൽ മക്കൾ ആ ചെങ്കടലിന്റെ തീരത്ത് അവർ നിൽക്കുന്ന സന്ദർഭത്തിൽ അത് രക്ഷപ്പെടുവാൻ മാർഗമില്ലാതെ ഇരിക്കുന്ന ഇസ്രായേൽ അതിന് നേതൃത്വം കൊടുത്തു കൊണ്ടുവന്ന മോശയുടെ മുൻപിൽ വല്ലാതെ പിറുപിറുത്തു. മോശ ഒരുപാട് ദൈവസന്നിധി വീണു, പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞത്, നിന്റെ കയ്യിലിരിക്കുന്ന വടി മുൻപിലേക്ക് നീട്ടുക. ചെങ്കടലിനെ പിളർത്തി. അങ്ങനെ 30 ലക്ഷം വരുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഈ ചെങ്കടലിന്റെ നടുവിൽ സർവശക്തനായ ദൈവം ഒരു വഴി തുറന്ന് അവരെ ചെങ്കടലിലൂടെ അക്കരെ കൊണ്ടുവന്ന ഒരു ചരിത്രം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പോൾ മുൻപ് ചെങ്കടൽ, ഇരുവശങ്ങളും പർവ്വതനിരകൾ, പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവരാകെ പരിഭ്രാന്തിയിൽ ആകത്തക്ക നിലയിൽ മിസ്രയീമിലെ ഫറവോനും തന്റെ സൈന്യവും അത് രഥങ്ങൾ കെട്ടിയ കുതിരകളെ കെട്ടിയ രഥങ്ങളിൽ അവരുടെ നേരെ പാഞ്ഞു വരികയാണ്. ആകപ്പാട് ഭയന്ന് പരവശരായി ശത്രുവിന്റെ കരങ്ങളിൽ വീണ്ടും അകപ്പെട്ടു പോകുമോ എന്നുള്ളൊരു വല്ലാത്ത ചിന്തയാൽ അവർ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ മുൻപിൽ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചെങ്കടലിന്റെ നടുവിലും ദൈവം ഒരു വഴിയൊരുക്കി ഇസ്രായേലിനെ അക്കരെ കൊണ്ടുപോയെങ്കിൽ ഇന്ന് ഈ സമയത്ത് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ കടന്നു പോകുന്ന എത്ര വലിയ പ്രശ്നമാണെങ്കിലും ജീവിതത്തിന്റെ മുൻപിൽ മുൻപോട്ട് പോകാനായിട്ട് ദൈവമേ കഴിയുന്നില്ല. എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുകയാണ്. പല വഴികളിലും ചെന്ന് മുട്ടി എല്ലാവരും ജീവിതത്തിന് മുൻപിൽ വാതിലുകളെല്ലാം വലിച്ചടച്ചിരിക്കുന്നു. ഇനി മുൻപോട്ട് പോകാൻ വഴിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകപ്പാട് നിരാശയോടിരിക്കുന്ന പ്രിയ ദൈവ വൈതല്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി അത് എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുകയാണ്. തുറക്കാൻ ഒരു വഴിയുമില്ല എന്ന് ചിന്തിച്ച് സ്തംഭിച്ചു നിൽക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഒരു ദൂത് വിളിച്ചു പറയുന്നു. നീ അറിയാത്ത അത്ഭുതകരമായ ഒരു വഴി ഇസ്രായേലിന്റെ ചെങ്കടലിന്റെ നടുവിൽ ദൈവം തുറന്നു കൊടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ അറിയാത്ത ചില വഴികളെ തുറന്നാദരിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഈ പകൽക്കാലം നിന്നെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇസ്രായേൽ മക്കൾ ചെങ്കടലിലൂടെ
അവരെ 30 ലക്ഷം ആൾക്കാർ ചെങ്കടലിലൂടെ അവരക്കരെ കടന്ന് വിജയകരമായി മുൻപോട്ട് പോകുന്നു. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സംഭവിച്ചത് അവരെ ഇല്ലായ്മ ചെയ്യാൻ കടന്നു വന്ന മിസ്രൈമിൽ ചെങ്കടലിൽ പട്ടുപോയ ഒരു ചരിത്രമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഇസ്രായേൽ മക്കൾ മുൻപോട്ട് വന്നു. അവർ ചെങ്കടലിനെ തരണം ചെയ്ത് മുൻപോട്ട് വന്നു. ഏതാണ്ട് അവർ ഷൂർ എന്ന് പറയുന്ന ഒരു മരുഭൂമിയിൽ അവരെത്തി. ആ ഷൂർ മരുഭൂമിയിൽ എത്തിയപ്പോൾ അവരെ കാത്തിരുന്നത് വല്ലാത്ത ഒരു പ്രതിസന്ധിയായിരുന്നു. ഒരു പ്രതിസന്ധി കടന്നു. അവരെ ദൈവം പിടിവെച്ചു. സന്തോഷം തോന്നി. അക്കരെ വന്നു. അടുത്തത് ഷൂരിലെത്തി. ആ ഷൂർ എന്ന് പറയുന്ന മരുഭൂമിയിൽ 3 ദിവസക്കാലം അവരെ വെള്ളമില്ലാതെ വലഞ്ഞു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അത് മിസ്രൈമിൽ നിന്നും വന്ന ഇസ്രായേലിന് ചെങ്കടലിൽ ഒരു പരിശോധനയുണ്ടായി. എന്നാൽ ദൈവം അവിടെയും വിടുവിച്ചു. അക്കരെ സന്തോഷത്തോടെ വന്നെങ്കിലും അടുത്ത പരിശോധന അവരുടെ ജീവിതത്തിന്റെ മുൻപിലേക്ക് കടന്നു വന്നു. ഇതുപോലെയല്ലേ പ്രിയ ദൈവദാസരെ, ജീവിതത്തിൽ ശുശ്രൂഷ മേഖലകളിൽ ഇന്നലകളിൽ ഇന്നുവരെയും അത് പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി വന്നത്. പലതും ജീവിതത്തിൽ ഇന്നലകളിൽ വന്നു കഴിഞ്ഞുപോയെന്നാ വിചാരിച്ചത്. ഇനിയും മുൻപോട്ടൊരു സുഗമമായിരിക്കുന്ന യാത്രയുണ്ട് എന്ന് കരുതിയപ്പോൾ അതാ പ്രതീക്ഷിക്കാത്ത ചില അപവാദങ്ങളും ഹല്ലേലൂയ അതെ ഒരിക്കലും കരുതാത്ത ചില പ്രതിസന്ധികളുമല്ലേ ജീവിതത്തിൽ ആഞ്ഞടിച്ചിട്ട് എങ്ങനെ മുൻപോട്ട് പോകും എന്ന് കഴിയാതെ നിങ്ങൾ വളരെ വേദനയോടുകൂടെ നിൽക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതെ ഷൂർ മരുഭൂമിയിൽ ഒരുപക്ഷെ വെള്ളമില്ലാത്ത ഒരു 3 ദിവസം ഉണ്ടെങ്കിലും അതിനപ്പുറത്ത് കരുതുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഷൂർ മരുഭൂമിയിലെത്തി. 3 ദിവസം അവിടെ വെള്ളമില്ല. ആകപ്പാട് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായി. അങ്ങനെ അവർ അടുത്തത് നേരെ ദാഹിച്ചു വലഞ്ഞ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ജനത 30 ലക്ഷം ആൾക്കാര് മോശയുടെ നേതൃത്വത്തിൽ മാറാ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഒരല്പം ആശ്വാസമുണ്ടായി. കാരണം അവിടെ അവർ വെള്ളം കണ്ടു. അവിടെ വെള്ളം കണ്ടു. ആ വെള്ളം കുടിക്കാമെന്ന് കരുതിയെങ്കിലും ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ ആ വെള്ളം കയ്പായിരുന്നു. പ്രൈസലോ, ആ വെള്ളം കയ്പായിരുന്നു. വെള്ളമില്ലാതെ 3 ദിവസം വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു. അവർ ദൈവത്തോട് കരഞ്ഞു, ദൈവത്തോട് പിറുവിറുത്തു, മോശയോട് പിറുവിറുത്തു ജനം. പ്രൈസലോടെങ്കിലും മോശ ദൈവത്തോട് കരഞ്ഞു. അവരുടെ മുൻപിൽ മാറ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവം ഒരു ഉറവ അവരുടെ മുൻപിൽ കാണിച്ചു കൊടുത്തു. എങ്കിലും അത് കയ്പുള്ളതായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ അവർക്കത് കുടിക്കാൻ പറ്റിയില്ല. മോശയ്ക്ക് വല്ലാത്ത വേദന മനസ്സിൽ തോന്നിയിട്ടുണ്ട്. എന്നാൽ ദൈവം ആ ജനതയെ, ദൈവദാസനെ ആദരിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, അതാ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അത് കാണിച്ചു കൊടുത്തു. പക്ഷെ ആ വൃക്ഷത്തിന്റെ കൊമ്പുകളെടുത്ത് ഈ വെള്ളത്തിനകത്ത് ഇട്ടു. അടുത്തത് നമ്മൾ വായിക്കുന്നത് അത് മധുരമുള്ളതായി തീരുവാനായിട്ടിടയായി തീർന്നു. ദൈവം കാണിച്ചു കൊടുത്ത ഒരു വൃക്ഷത്തിന്റെ കൊമ്പുകളാണ് ഈ പറയുന്ന കൈപ്പേറിയ മാറയുടെ വെള്ളം മധുരമാക്കി മാറ്റിയത്. ഇതുപോലെ തന്നെ പലപ്പോഴും ദൈവം നമുക്കൊരു വഴി തുറന്നാൽ ഒരിക്കലും അത് നമുക്ക് നിരാശയ്ക്ക് കാരണമായി തീരത്തില്ല. ദൈവം ഒരു വഴി ഒരുപക്ഷെ ഇന്ന് കൈപ്പേറുന്ന അനുഭവത്തിലൂടെ ആയിരിക്കാം സഹോദര താങ്കൾ കടന്നു പോകുന്നത്. ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമ്പത്തിക മണ്ഡലങ്ങളിൽ, പല ബന്ധങ്ങളിലും കൈപ്പേറുന്ന അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അത് സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അറിയാത്തത് ദൈവം നിങ്ങളെ ചിലത് കാണിക്കുവാനായിട്ട് പോകുകയാണ്. മോശയോട് ദൈവം ഒരു വൃക്ഷം കാണിച്ചു, അതിന്റെ കൊമ്പുകളെടുത്ത് വെള്ളത്തിലിട്ടു. അങ്ങനെ വെള്ളം അത് മധുരമുള്ളതായി തീർന്നു. ഇതുപോലെ തന്നെ ദൈവം നമ്മെ കാണിക്കുന്നതനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ, ദൈവം കാണിക്കുന്നതിന് അല്ലെങ്കിൽ ദൈവം പറയുന്നതിന് നമ്മൾ തിരഞ്ഞെടുത്താൽ അത് വലിയ അനുഗ്രഹമായി മാറും. എന്നാൽ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ദൈവമക്കളും അവരുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പല വിവാഹ ബന്ധങ്ങളും അവർക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ചാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. പല കുഞ്ഞുങ്ങളും മാതാപിതാക്കളെയോ അപ്പന്മാരുടെ ശുശ്രൂഷകളെയോ അല്ലെങ്കിൽ അവരുടെ ഒന്നും നോക്കാതെയാണ് അവർക്കിഷ്ടമുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പല കുഞ്ഞുങ്ങളും തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അതിൻ്റെ അവസാനം വലിയ പരാജയമാണ്. എന്നാൽ ആ ദൈവം കാണിച്ചു തരുന്നതിന് അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം ഒരുക്കി തരുന്നത് അത് പിന്നത്തതിൽ വലിയ സന്തോഷമായി മാറാൻ ഇടയായിത്തീരും. എന്നാൽ സ്വന്തമായി തിരഞ്ഞെടുക്കുന്നത് പലതും പരാജയമായി തീരും. അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ അത്തരത്തിൽ ചിന്തിച്ച് ജീവിതം സ്വന്തമായി തിരഞ്ഞെടുത്ത് പല കാര്യങ്ങളും
തിരഞ്ഞെടുത്ത് അത് നല്ലതാണെന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഒരാലോചനയായി കുഞ്ഞ് ഇന്ന് ഒരാലോചനയായി പറയാൻ ആഗ്രഹിക്കുന്നത്, നീ തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി അത് നിന്റെ മാതാപിതാക്കൾ അതോർത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ട്. എന്നാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനോട് വിട പറഞ്ഞ് ദൈവമുൻപാകെ മുടങ്ങാൻ മടക്കി, കർത്താവേ, എന്റെ ജീവിതത്തിന്റെ വഴികൾ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം നീ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തോട് ചോദിച്ചാൽ, ഹല്ലേലൂയ, നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള അനുഗ്രഹിക്കപ്പെട്ട ചില മുഖാന്തരങ്ങൾ, ചില വഴികൾ നിന്റെ ഭാവിക്ക് വേണ്ടി, തലമുറയുടെ ഭാവിക്ക് വേണ്ടി സർവശക്തനായ ദൈവം തുറന്നു തരിക തന്നെ ചെയ്യും. ഇസ്രായേലിന് വേണ്ടി ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്തു. ദൈവം കാണിച്ചു കൊടുത്ത വൃക്ഷത്തിന്റെ കൊമ്പുകളെടുത്ത് വെള്ളത്തിലിട്ടു, അത് മധുരമായി തീർന്നു. അവര് കുടിച്ച് അവര് സന്തോഷം പ്രാപിക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ഇരുന്ന സന്ദർഭത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം മോശ മുഖാന്തരം ഇസ്രായേലിനോട് സംസാരിക്കുക. എന്താണ് അവരോട് സംസാരിക്കുന്നത്? അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. 26-ാമത്തെ വാക്യത്തിൽ ദൈവം ഇസ്രായേലിനോട് പറയുക. ഏത് ഇസ്രായേലാ? ചെങ്കടൽ കടന്ന ഇസ്രായേൽ. അതെ, ശൂർ മരുഭൂമിയിൽ 3 ദിവസം വെള്ളമില്ലാതെ വലഞ്ഞു ഒരു ജനം അവസാനം മാറയിലെത്തിച്ച് മധുരമുള്ള വെള്ളം ദൈവം കൊടുത്തു. അത് അനുഭവിച്ച ജനത്തോട് ദൈവത്തിന് പറയാനുള്ളത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്, അടുത്തത് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച്, ദൈവ കൽപ്പനകൾ അനുസരിച്ച്, ദൈവ വ്യവസ്ഥ അനുസരിച്ച് വിശുദ്ധ ബൈബിൾ എന്തു പറയുന്നു അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമിലേക്ക് വരുത്തിയ വ്യാധികൾ ഒന്നും നിനക്ക് വരുത്തത്തില്ല. എന്നിട്ട് ദൈവം അവരോട് പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് ദൈവം പറഞ്ഞത് എങ്ങനെയുള്ള ഇസ്രായേലിനോടാ പറഞ്ഞത്? ചെങ്കടൽ കടന്ന ഇസ്രായേലിനോടാണ് ദൈവം ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. ചെങ്കടൽ കടന്ന ഇസ്രായേലിനോട് ദൈവം പറയുക, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. മാത്രമല്ല, ഈ പറയുന്ന കൽപ്പനകൾ, പ്രമാണങ്ങൾ, വിധികൾ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം പറയുന്നു, മിസ്രൈമിലെ യാതൊരു വ്യാധികളോ വാതകളോ നിന്റെ കൂടാരത്തോടടുക്കത്തില്ല. പ്രൈസലോ. അതുപോലെ തന്നെ ഒരു രോഗവും നിന്നെ കീഴ്പ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പ്രൈസലോ. പുതിയ നിയമത്തിൽ, പുതിയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളായ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ ചെങ്കടലിലൂടെ കടന്നു വന്നതിനെ കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെ, ഇസ്രായേൽ മക്കൾ ചെങ്കടലിലൂടെ കടന്നു വന്നത് സ്നാനത്തിന് മുൻകുറിയാണെന്ന് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ സന്ദേശം നമ്മോടുള്ള സന്ദേശമാണ്. നമ്മോടെന്ന് പറഞ്ഞാൽ ആരോടാ? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കിടന്ന് അടിമത്തം അനുഭവിച്ചു. കുഞ്ഞാട് അറക്കപ്പെട്ടു. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വിടുവിക്കപ്പെട്ടതായ ഇസ്രായേൽ മക്കൾ അവര് ഈ പറയുന്ന ചെങ്കടൽ കടന്ന് അക്കരയ്ക്ക് വന്നത് സ്നാനത്തിന് മുൻകുറിയാണെങ്കിൽ അതിനു മുൻപായിട്ട് നടന്ന മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾ ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടു വന്നത് യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ഹല്ലേലൂയ വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു ചിത്രമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റുപറഞ്ഞ് അത് ആ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള ഒരു ദൈവിക സന്ദേശമായിട്ട് ഹല്ലേലൂയ പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു
അല്ലെങ്കിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഈ ദൈവവചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്തൊരു ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരെയൊക്കെ തൊടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില രോഗത്തിന്റെ അതികാഠിന്യമായിരിക്കുന്ന അവസ്ഥയിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്ത് ചെയ്യണം എന്നറിയുവാൻ കഴിയാതെ നിരാശപ്പെട്ട് ഹല്ലേലൂയ മെഡിസിൻ ഉപയോഗിച്ച് മടുത്ത് ഇനിയും അതെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന വ്യക്തിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. അതേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മേൽ ഒരു അത്ഭുതകരമായ രോഗസൗഖ്യം വ്യാപിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ്, ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവ് അത് സൗഖ്യദായകനായിരിക്കുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിനോട് പറഞ്ഞതാണ്, ഇനി നമ്മൾ പുതിയ നിയമത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് വരുവാൻ ദൈവത്തിന്റെ കൃപയിൽ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് ചെങ്കടൽ കടന്ന അതേ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വിടുതൽ പ്രാപിച്ച ജനത്തോടെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഇനിയും ആർക്കാണ് സൗഖ്യം ആവശ്യമുള്ളത്? ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഈ സൗഖ്യം ആർക്കാണ് ആവശ്യമായിരിക്കുന്നത്? നമുക്കറിയാം, സൗഖ്യം വേണ്ടത് രോഗികൾക്കാണ് സൗഖ്യം ആവശ്യമുള്ളത്. പ്രൈസ് ദി ലോർഡ്. അല്ല, രോഗമില്ലാത്തവർക്ക് സൗഖ്യം ആവശ്യമില്ല, രോഗികൾക്കാണ് സൗഖ്യം ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം, ദൈവം സൗഖ്യദായകനാണെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ഏതെല്ലാം രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കും? വല്ല പനിയോ തലവേദനയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ രോഗങ്ങൾ മാത്രമാണ് സൗഖ്യമാക്കുന്നത്? ബൈബിൾ പറയുന്നു അങ്ങനെയല്ല. ബൈബിൾ പറയുന്നു, 103-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സകല രോഗങ്ങളെയും നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതെ പ്രിയ സഹോദര സഹോദരി, കുഞ്ഞ്, മാതാവേ, പിതാവേ, ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു രോഗശയ്യയിലായിരിക്കാം, രോഗക്കിടക്കയിലായിരിക്കാം, രോഗിയായിട്ട് നടക്കാൻ വയ്യാതെ ഒരുപക്ഷെ നിങ്ങൾ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുക, നമ്മുടെ കർത്താവ് സകല രോഗത്തെ സൗഖ്യമാക്കുന്ന കർത്താവ്. നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ വർഷങ്ങളായി, അതെ 5 വർഷമായി നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിന്റെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. സകല രോഗത്തെ, എല്ലാ രോഗങ്ങളെ, ക്യാൻസർ ആകട്ടെ, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ക്ഷയരോഗമാകട്ടെ, അല്ലെങ്കിൽ മറ്റേത് രോഗങ്ങളുമാകട്ടെ, ഡോക്ടർമാർ, വൈദ്യശാസ്ത്രം കൈവിട്ട രോഗമായിക്കൊള്ളട്ടെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവിന് സൗഖ്യമാക്കുവാൻ കഴിയും. അതിന് യാതൊരു മാറ്റവുമില്ല. സകല രോഗങ്ങളെയും നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത നമ്മള് കർത്താവ് നമ്മുടെ ശാരീരികമായിരിക്കുന്ന രോഗങ്ങളെ മാത്രമാണ് സൗഖ്യമാക്കുന്നത്. ബൈബിൾ പറയുന്നു, 147-ാം സങ്കീർത്തനത്തിന് 3-ാം വാക്യത്തിൽ വായിക്കുന്നു, മനം തകർന്നവരെ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ശാരീരികമായി ഈ പറയുന്ന രീതിയിലുള്ള വലിയ രോഗങ്ങളൊന്നുമില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ മാനസികമായി തകർന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. എത്ര ദിവസങ്ങളായി, എത്ര ആഴ്ചകളായി നിങ്ങൾ നന്നായിട്ട് ഒന്ന് ഹൃദയം തുറന്ന് നിങ്ങളൊന്ന് ചിരിച്ചിട്ട്, മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് നിങ്ങൾ എത്ര നാളായി? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ഒരു അല്പസമയങ്ങൾ ചിലവഴിച്ചിട്ട് നിങ്ങൾ എത്രയോ ആഴ്ചകളായി ഓരോ ദിവസങ്ങളും ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ വലിയ നിരാശയോടല്ല വരുന്നത്. ഭവനം വിട്ടു പോകുമ്പോൾ അതിനേക്കാൾ നിരാശയോടുകൂടല്ല വരുന്നത്. ഒറ്റപ്പെട്ടൊരു അനുഭവം, ഭവനത്തിന്റെ ഉള്ളറയിൽ കരുതുവാനും സ്നേഹിപ്പാനും ആരുമില്ലല്ലോ എന്നുള്ള ചിന്ത നിങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അല്ലൊരു അത് മുഖാന്തരം നിങ്ങളുടെ മനസ്സാകെ തകർന്ന് എന്ത് ചെയ്യണം? ജീവിച്ചിരിക്കേണ്ട, മരിക്കുന്നതാണ് നല്ലത്. നാളിതുവരെയും കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ചു, അവസാനം ഭവനത്തിന്റെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്നത് ഇതാണല്ലോ എന്നോർത്തുകൊണ്ട് മനംനൊന്ത് ഇരിക്കുന്ന പ്രിയ സഹോദര, പ്രൈസ് ദി ലോർഡ്, പ്രിയ സഹോദരി,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലർക്കും നന്മ ചെയ്തവരാ. അവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ലഭിച്ചത് ഹൃദയത്ത് അത് കീറി മുറിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന വാക്കുകളായിരുന്നു. അതൊക്കെ കൊണ്ട് നിങ്ങളുടെ മനം തകർന്നിരിക്കുകയല്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുക, മനം തകർന്നവരെ എന്റെ കർത്താവ് സൗഖ്യമാക്കും. ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ, വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് കർത്താവിന് പദ്ധതിയുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് മനം തകർന്നിരിക്കുന്ന മനുഷ്യനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ജീവിതത്തിന്റെ ആരംഭം ഞാൻ കുറിച്ചു വെച്ചത്. പക്ഷെ ജീവിതത്തിന്റെ യാത്രകളിൽ എവിടൊക്കെയോ പാളിച്ചകൾ സംഭവിച്ചു, എങ്ങോട്ടൊക്കെയോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ലക്ഷ്യബോധമില്ലാത്തവനെ പോലെ യാത്ര ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എന്റെ മനസ്സിന് ഒരു ശാന്തത ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരാത്മീയ സന്തോഷം നിങ്ങളുടെ മനസ്സിനെ ഉള്ളിൽ തരുവാൻ സർവശക്തനായ ദൈവം ശക്തനായിട്ട് നമ്മുടെ നടുവിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്നത്? എങ്ങനെയാണ് സൗഖ്യമാക്കുന്നത്? ബൈബിൾ പറയുന്നുണ്ട്. 107 സങ്കീർത്തനത്തിന്റെ 20 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ വചനമയച്ച് സൗഖ്യമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ദൈവ സൗഖ്യത്തിന്റെ ഹല്ലേലൂയ വിടുതലിന്റെ ഒരു സമയമാണ് നമ്മുടെ ഈ സുവിശേഷ യോഗത്തിനല്ല, അഥവാ 17ാമത് ഓൺലൈൻ കൺവെൻഷന്റെ ആദ്യത്തെ ഈ ദിവസം തന്നെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ? വചനമയച്ച് സൗഖ്യമാക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ആദരത്തിലൂടെ പുറത്തു വരുന്ന വചനത്തിന് ശക്തിയുണ്ട് എന്ന് ബൈബിൾ പറയുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവവചനത്തിന്റെ ശക്തി പ്രിയ സഹോദര, പ്രിയ സഹോദരി, കുഞ്ഞ്, ഹല്ലേലൂയ, നിന്റെ ശരീരത്തിനകത്തോട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് നിന്റെ മനസ്സിനകത്തോട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നാളുകളായി നിന്റെ സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്ന ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ആ വചനത്തിലെ ശക്തി പ്രൈസ് ദി ലോർഡ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഹല്ലേലൂയ ഒരു സമയമാണ്. പ്രൈസ് ദി ലോർഡ്. അതെന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുക. ഹല്ലേലൂയ, ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ചില ദൈവം വിടുവിക്കുക. വചനത്തിന്റെ ശക്തി ചില കുടുംബങ്ങളുടെ ഉള്ളറയിലെ കയറിക്കൊണ്ടിരിക്കുക, ചില ഹൃദയത്തിനകത്തോട് കയറിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനമയച്ചു വിടുവിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അടുത്ത പറയാണ് സൗഖ്യം. യെശയ്യാവ് 53:5 പറയുന്നു, കർത്താവിന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. നമ്മുടെ രോഗസൗഖ്യത്തിലൂടെയാണ് പ്രിയമുള്ളവരെ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്. പാവങ്ങൾക്ക് വേണ്ടിയാ കർത്താവ് പാപികളെ രക്ഷിപ്പാൻ വന്നു. പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു. പാവങ്ങൾ മോചിക്കുന്നതോടൊപ്പം തന്നെ പാപത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയ രോഗം, അപ്പോൾ പാപമോചനം വരുമ്പോൾ രോഗസൗഖ്യം തരുവാൻ ദൈവശക്തനായ കർത്താവാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിലൂടെ വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടിപ്പെടാനുള്ള സൗഖ്യം നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നിങ്ങളുടെ മേൽ പകരുന്ന ഒരു സമയമാണിത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ അടുത്തത് ഈ സൗഖ്യം സംഭവിക്കുന്നത് രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം സംഭവിക്കുമെന്ന് മർക്കോസിന്റെ സുവിശേഷം 16:17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം, ഏത് രോഗത്തെ സൗഖ്യമാക്കും. ഇന്ന രോഗമൊന്നുമില്ല. എത്ര വലിയ രോഗമാണെങ്കിലും മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർ ഇനി നിങ്ങൾക്ക് വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വീട്ടിൽ പറഞ്ഞുവിട്ട വ്യക്തിയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നാട്ടുകാരും വീട്ടുകാരും സ്നേഹിച്ചവരും ബന്ധുക്കളും എല്ലാം പറഞ്ഞു നിനക്ക് സൗഖ്യം ഉണ്ടാകത്തില്ല, വിടുതലുണ്ടാകത്തില്ല, മരണമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, സകല രോഗത്തെ സൗഖ്യമാക്കുവാൻ ഹല്ലേലൂയ എനിക്ക് കഴിയും. ആ കർത്താവിൽ വിശ്വസിച്ച നിങ്ങളുടെ മേലൊരു വലിയ അത്ഭുതം നടക്കുവാനായിട്ട് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട് എന്നാണ് പറയുന്നത്, ദൈവവചനത്തിൽ വായിക്കുന്നത്. അതുപോലെ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമുണ്ടാകും. ആരാ കൈവയ്ക്കുന്നത്? കർത്താവ് നിയോഗിച്ചാക്കി വെച്ച അഭിഷിക്തന്മാരുടെ കരങ്ങൾ രോഗികളുടെ മേൽ വയ്ക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യമുണ്ടാകും എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഇനിയും വചനമയച്ച് സൗഖ്യമയക്കും, അടിപ്പിണരാൽ സൗഖ്യമുണ്ടാകും. ദൈവദാസന്മാർ, ദൈവമക്കൾ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ ഈ സൗഖ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഈ സൗഖ്യം, രോഗസൗഖ്യം എന്നൊക്കെ പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് കേൾക്കുന്നത്, വളരെയേറെ പരിചിതമായിരിക്കുന്ന ഒരു പദമാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗശാന്തി എന്നുള്ള ശുശ്രൂഷയിലൂടെ ഒരുപാട് ദൈവനാമം ദുഷിക്കപ്പെടുന്നത് ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം പല ആൾക്കാരും ഇന്ന് രോഗശാന്തിയുടെ ശുശ്രൂഷയാണ്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈബിളിൽ ഉള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു, അന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. രോഗികളെ സൗഖ്യമാക്കുന്നു, വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു, സകല രോഗത്തെ സൗഖ്യമാക്കുന്നു. കർത്താവിനോട് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഏത് രോഗത്തെ സൗഖ്യമാകും. പക്ഷേ അത് വെച്ചുകൊണ്ട് ഇന്ന് പലരും സമൂഹത്തിൽ മുതലെടുത്തുകൊണ്ടിരിക്കുക, ദൈവനാമം ദുഷിക്കപ്പെടുക, ആവശ്യമില്ലാത്ത രീതിയിൽ രോഗശാന്തിയുടെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞ് തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സൗഖ്യമാക്കുമോ? ഇന്നും കർത്താവ് രോഗികളെ സൗഖ്യമാക്കും. ഇന്നും മരിച്ചവരെ ഉയർപ്പിക്കും. ഇന്നും മുടന്ന് നടക്കും. ഇന്നും ചെകിടന് കേൾവിയുണ്ടാകും. ഇന്നും അന്ധന് കാഴ്ചയുണ്ടാകും. ഇന്നും ഊമൻ സംസാരിക്കും. ഇന്നും അത്ഭുതങ്ങൾ നടക്കും. യാതൊരു മാറ്റവുമില്ല. ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതിന്റെ ഇടയിൽ ചിലരൊക്കെ തിരികെ കയറി പ്രൈസ് ദി ലോർഡ് രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവവചനത്തിനോ പ്രമാണങ്ങൾക്കോ വില കൊടുക്കാതെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പല തട്ടിപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവമക്കളെ, നാം ആരും അങ്ങനെയുള്ള തട്ടിപ്പിനകത്ത് പോകരുത്. യഥാർത്ഥമായിട്ട് രോഗശാന്തി ഉണ്ട്. ഇനി ഒരാൾ എന്ന് പ്രാർത്ഥിച്ചു. ആരായി രോഗസൗഖ്യം കൊടുക്കുന്നത്? നമ്മൾ കാണുന്നത് നമ്മൾ പല പരസ്യങ്ങളിലും മറ്റുമൊക്കെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ് രോഗശാന്തി ഹല്ലേലൂയ വിദഗ്ധരായിരിക്കുന്ന പല ആൾക്കാർ പ്രൈസ് ദി ലോർഡ് അവർ എന്ന് കൈവയ്ക്കുന്നു, രോഗശാന്തി കൊടുക്കുന്നു. അങ്ങനെയാണോ? അങ്ങനെയൊന്നും ബൈബിൾ പറയുന്നില്ല. നീ രോഗികളുടെ മേൽ കൈവച്ചാൽ അവന് സൗഖ്യമാക്കും, നീയല്ല സൗഖ്യം കൊടുക്കുന്നത്. ബൈബിൾ പറയുന്നു അപ്പോസ്തല പ്രവൃത്തി 9:34 വാക്യത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ടും ആ കാര്യം വായിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. പത്രോസ് അവനോട്, ഐനിയോസ്, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റു താനായി തന്നെ കിടക്ക, വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. കണ്ടോ എന്താ പത്രോസ് പറയുന്നത്? പത്രോസിന്റെ നിഴലടിച്ചവർ രോഗി സൗഖ്യമായി. യോഹന്നാന്റെ നിഴലടിച്ചവർ രോഗികൾ സൗഖ്യമായി. എത്ര അത്ഭുതങ്ങൾ നടന്ന മനുഷ്യനാ. പ്രൈസ് ദി ലോർഡ്. അവരുടെ നിഴലടിക്കാൻ രോഗികളെ കൊണ്ട് അവർ വഴിയോരങ്ങളിൽ കിടത്തുമായിരുന്നു. നിഴലിനകത്ത് വരെ ശക്തി വ്യാപരിച്ചു. പക്ഷെ അവരാരും വിശ്വസിച്ചില്ല സൗഖ്യം അവരുടെ നിഴലിനകത്തും അവരുടെ കയ്യിലുമാവുള്ളതെന്ന് വിശ്വസിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസ് അടുത്ത് പറയുന്നത് എന്താണെന്നറിയോ? യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശം ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ കേൾവിക്കാരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവിന്, എന്റെ രക്ഷിതാവിന് സകല രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയും, അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും, ചെകിടന്മാർക്ക് കേൾവിയെടുക്കാൻ പറ്റും, ഊമന്മാരെ സംസാരിപ്പിക്കുവാൻ പറ്റും, വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ അതിന് എന്നെ പ്രൈസ് ദി ലോർഡ് ഒരു ഉപകരണമാക്കി എന്റെ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഞാനല്ല ചെയ്യുന്നത്, എന്നിൽ വസിക്കുന്ന ഒരുവനുണ്ട്, അവന്റെ പേരത്ര നസ്രയനായ യേശു ക്രിസ്തു. പത്രോസ് പറഞ്ഞതുപോലെ എനിക്കും പറയാൻ പറ്റും, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. സഹോദര, കുഞ്ഞെ പിതാവേ, മാതാവേ, വളരെ ആത്മനിറവിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവിന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. നീ തീരാ കിടപ്പിലായിരിക്കുന്ന രോഗിയാണ്, എന്റെ യേശുവിന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പിതാവേ, ഹല്ലേലൂയ, നിന്റെ കുഞ്ഞിന്റെ ഒരു ഓപ്പറേഷന് വേണ്ടി വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ നിന്നോടൊരു ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ, അവൾക്കൊരു ഓപ്പറേഷൻ ഇല്ലാതെ, ഓപ്പറേഷൻ ഇല്ലാതെ, കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്തുവാൻ കരുത്തുള്ളൊരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവിന്, ഹല്ലേലൂയ, പ്രിയ സഹോദര,
പ്രിയ പിതാവേ, മാതാവേ, താങ്കളുടെ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ കഴിയും, താങ്കളുടെ പിതാവിനെ സൗഖ്യമാക്കാൻ കഴിയും, താങ്കളുടെ ഭർത്താവിനെ സൗഖ്യമാക്കാൻ കഴിയും, താങ്കളുടെ മാതാവിനെ സൗഖ്യമാക്കാൻ കഴിയും, താങ്കളുടെ ഭാര്യയെ സൗഖ്യമാക്കുവാൻ കഴിയും. ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവിനെ കൊണ്ട് കഴിയും. ഹല്ലേലൂയ. അത് പറയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഇന്ന് ഞാൻ അത് അനുഭവിക്കുക. ഹല്ലേലൂയ. എന്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല, ഭൂതഗ്രസ്തന്മാരെ വിടുവിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ എത്രയോ രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ. മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് അവയവങ്ങൾ ജീർണിച്ച് കല്ലറയുടെ ഉള്ളിൽ ഹല്ലേലൂയ അഴുകിക്കൊണ്ടിരുന്ന ലാസർ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യന് ഒറ്റ വിളി കൊണ്ട് ജീവനോടെ പുറത്തു കൊണ്ടുവന്ന ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവിനെ ഇതിനെ വിടുവിക്കാൻ കഴിയും സഹോദര. 4 ദിവസമായി ലാസർ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് ബൈബിൾ പറയുന്നു. അവന്റെ ഉള്ളിലുള്ള അവയവങ്ങൾ, ഹൃദയം, ശ്വാസകോശം, അതുപോലെ തന്നെ കരള്, അവന്റെ കിഡ്നി, തലച്ചോറ് എല്ലാം ജീർണിച്ച് പുടുവരിക്കാൻ തുടങ്ങി. പടുത്ത് ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ആ ശവശരീരത്തെ നോക്കിക്കൊണ്ട് എന്റെ കർത്താവ് വിളിച്ചു പറഞ്ഞു, ലാസറേ, നീ പുറത്തു വരിക. അത്ഭുതം നടന്നില്ലേ? ലാസർ കെട്ടപ്പെട്ടവനായി പുറത്തു വന്നു. ബൈബിൾ എഴുതിയിരിക്കുന്നു. അവന്റെ കെട്ടടിപ്പീൻ അവൻ സ്വതന്ത്രനായി പോകട്ടെ. ഹല്ലേലൂയ. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. പലരും പല ദൈവങ്ങളും ദേവതകളുമായി അവതരിപ്പിച്ചവരൊക്കെ മരിച്ചു മൺമറഞ്ഞ കല്ലറയുടെ ഉള്ളിൽ അവരൊക്കെ അന്തിയുറങ്ങുമ്പോൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സഹോദര, ആ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത്ഭുതങ്ങളുടെ ദൈവമാണ്. രോഗശാന്തി മാത്രമല്ല, ഹല്ലേലൂയ, നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരം തരാൻ കഴിയും. നീ ഒരു മാനസികമായിട്ട് തകർന്ന വ്യക്തിയാണ്, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങൾ വലിയ പ്രശ്നത്തിലൂടെ കാണും. കുടുംബത്തിനാകെ പ്രശ്നമാണ്. ഹല്ലേലൂയ. സ്നേഹത്തോടെ പോയ കുടുംബമല്ലേ? കരുതുന്ന ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, ചേർത്ത് പിടിച്ച ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം വരുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളുടെ വീടിനകം മുഴുവനും ഒരു നരകത്തിന്റെ അനുഭവം. സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എന്തിനാണ് ഈ ജീവിതമെന്ന് നീ പലപ്പോഴും ചോദിക്കുകയല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ ആഗ്രഹിക്കുകയും. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞെ, നിന്റെ മാതാപിതാക്കളെ ഓർത്ത് നീ കരയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായില്ലേ? എത്രയോ പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എൻ്റെ കുടുംബത്തിനകത്ത് മാത്രം എന്താണ് ഇങ്ങനെ? എൻ്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെ സന്തോഷത്തോടെ വരുന്നത്. ഞാൻ കോളേജിലേക്ക് കടന്നു പോകുന്നത് കണ്ണുനീരൊഴുക്കിക്കൊണ്ട്. ആർക്കും എൻ്റെ വേദനകൾ അറിയത്തില്ല. ഞാൻ ആരോടും അങ്ങനെ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വേദന എൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഞാൻ നാളുകളായി ജീവിക്കുക. കുഞ്ഞ്, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുക. എൻ്റെ മാതാപിതാക്കൾ അവർ തമ്മിലുള്ള പ്രശ്നത്തിനകത്തുനിന്നവരെ വിടുവിച്ച് സന്തോഷകരമായിരിക്കുന്ന ഒരു പശ്ചാത്തലം നിന്റെ വീട്ടിനകത്ത് ഒരുക്കുവാൻ എൻ്റെ കർത്താവിനെ കഴിയുന്നത് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിനക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും. അത്ഭുതങ്ങളുടെ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. സൗഖ്യമാക്കുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്നത് സകല രോഗത്തെ സൗഖ്യം. ഈ രോഗം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ശാരീരികമാണ്. ഹല്ലേലൂയ. ശരീരത്തിന്റെ ഇപ്പോൾ നമ്മുടെ ഹൃദയം സംബന്ധിച്ചുള്ള രോഗം ശരീരത്തിലാണ്. നമ്മുടെ ശ്വാസകോശത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതും ശരീരം സംബന്ധിച്ചുള്ള രോഗമാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതും അങ്ങനെ തന്നെയാണ്. ഈ പുറത്ത് കാണുന്ന എല്ലാ രോഗങ്ങളും ബാഹ്യമായിരിക്കുന്ന രോഗങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിന് കർത്താവ് പറയുന്നത്, നിന്റെ ഈ ബാഹ്യമായ ശരീരത്തിനകത്തുള്ള ഏത് രോഗമാണെങ്കിലും ഞാൻ സൗഖ്യമാക്കാം. സകല രോഗത്തെയും സൗഖ്യമാക്കുവാൻ എന്നെ കൊണ്ട് കഴിയും. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. സകല രോഗത്തെയും ഞാൻ സൗഖ്യമാക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഴമായി ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ശാരീരികമായ രോഗം, ആ രോഗസൗഖ്യം എന്തിനാ? ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ്. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ശരീരം നമുക്ക് ആവശ്യമാണ്.
ഈ ശരീരത്തിനകത്തുള്ള ഏത് രോഗം സൗഖ്യമാക്കാൻ കർത്താവ് ശക്തനാണ്. എന്നാൽ നമ്മളറിയാതെ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. അതും ഹല്ലേലൂയ അകത്ത മനുഷ്യന്റെ ഹല്ലേലൂയ ഒരു സൗഖ്യം കൂടെ നമ്മൾ ആഗ്രഹിക്കും. എന്താണ് അകത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മീയമായ മനുഷ്യന് ആത്മീയമായ രോഗമുണ്ട്. അതായത് നമ്മൾ ആത്മീയത്തിൽ വളരുവാൻ കഴിയാതെ നമ്മുടെ നിത്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനകത്തും നമ്മളെ വിടുവിക്കുവാനായിട്ട് നമ്മുടെ കർത്താവ് ശക്തനായ ദൈവമാണ്. നിന്റെ ശാരീരികവും ആത്മീയവുമായിരിക്കുന്ന സകല രോഗങ്ങളെയും സൗഖ്യമാകുവാൻ കർത്താവിന് കഴിയും. ഈ ഓൺലൈൻ സുവിശേഷ യോഗത്തിന്റെ പ്രാരംഭ ദിവസം പ്രൈസ് ദി ലോർഡ് ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണ്. മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പ്രൈസ് ദി ലോർഡ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ഇനി എനിക്കൊരു സൗഖ്യം ഉണ്ടാകുന്നില്ല. ഞാൻ ഇനിയും ഭൂമി ജീവിച്ചിരിക്കുന്നില്ല. എൻ്റെ ഭർത്താവിന് നല്ലൊരു ഭക്ഷണം വെച്ച് കൊടുക്കാൻ ഇനി എനിക്ക് പറ്റത്തില്ല. എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു വസ്ത്രം മേടിച്ചു കൊടുക്കാൻ, ജോലി ചെയ്തൊരു നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ തളർന്നു. ആകെ ഞാൻ ശാരീരികമായിട്ട് ക്ഷീണിതനാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് ഞാൻ പഠനം ആരംഭിച്ചത്. പക്ഷേ എൻ്റെ അമ്മയൊന്ന് കൈത്താങ്ങണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പഠനം ആരംഭിച്ചത്. പക്ഷെ ഞാനിപ്പോൾ രോഗിയാണ്. ഇനിയും എനിക്ക് നന്നായിട്ട് പഠിച്ച് ഒരു ജോലി സമ്പാദിച്ച് എൻ്റെ അമ്മേനെ സഹായിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല. ഞാൻ ആകെ തകർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, നിന്നെ സൗഖ്യമാക്കുവാൻ യേശുവിനെ കഴിയും. പിതാവേ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിനെ കഴിയും. മാതാവേ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിനെ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇതുവരെ ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചത്. ഹല്ലേലൂയ. കർത്താവേ, ദൈവജനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്ക് ആയുഷ്ണത്. ഇനിയും ഇതിലൂടെ ദൈവജനം കേൾക്കാൻ പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആയുഷ്ണത്. എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ശാരീരിക, ആത്മീയമായ, മാനസികമായിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും സൗഖ്യത്തിന് വേണ്ടിയാണല്ലോ അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചത്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദിവസങ്ങളിൽ അങ്ങയുടെ അത്ഭുതങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഇത് കേട്ടുകൊണ്ടിരുന്ന ഹല്ലേലൂയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ രോഗത്താൽ, ശാരീക്ഷീണത്താൽ, മാനസികമായിരിക്കുന്ന വളരെ വ്യഥയാൽ, കുടുംബ പ്രശ്നത്താൽ, സാമ്പത്തിക ഞെരുക്കത്താൽ, ബിസിനസ് തകർച്ചയാൽ ഒക്കെ ഭാരപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവയുടെ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതുകൊണ്ട് സ്തോത്രം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ ഗ്രൂപ്പിന്റെ അഡ്മിനായ കർത്താവിന്റെ വേലയിൽ വളരെയേറെ അധ്വാനിക്കുന്ന അങ്ങയുടെ ദാസി സിസ്റ്റർ റോസിലിൻ സുരേഷിനെ, തന്റെ കുടുംബത്തെ, തന്റെ പ്രവർത്തനങ്ങളെ, ശുശ്രൂഷകളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും കൺവെൻഷൻ യോഗം വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും തുടർന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന കർത്തദാസിക്കും കുടുംബത്തിനും അതുപോലെ മറ്റെല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം എവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.